ചെയ്യാൻ കഴിവുള്ളത് മുഴുവൻ ചെയ്യുക, ബാക്കി ദൈവവും ദൈവമാതാവും കൂടി ചെയ്തുകൊള്ളും. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഈ വാക്കുകൾ +2 പഠനകാലം മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈശോയുടെയും മാതാവിൻ്റെയും കൂട്ടുപിടിച്ച് ചെയ്ത കാര്യങ്ങളും അവരുടെ കൂട്ടുപിടിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത കുറേ കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം സ്വന്തം ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. എൻ്റെ PG അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നടന്ന ഒരവസരത്തിൽ ഈ PG പഠിക്കാൻ എനിക്ക് പറ്റുമോ, ഇത് പഠിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ കൊണ്ട് എൻ്റെ മനസ്സിൽ നിറഞ്ഞപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യം പറഞ്ഞു, ഈശോയെ, എനിക്കിത് പഠിക്കാൻ പറ്റുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എനിക്ക് അഡ്മിഷൻ തന്നാൽ മതി. ഒപ്പം ഈശോയോട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഈശോയുടെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുകയല്ല എന്ന് ഈശോയ്ക്ക് ഉറപ്പുള്ള ഒരു കോളേജിൽ എനിക്കൊരു അഡ്മിഷൻ കിട്ടണം. ഈശോയുടെ ഹിതപ്രകാരം ദൈവം തന്നെ നല്ലൊരു കോളേജ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പഠനമൊക്കെ തുടങ്ങി. പക്ഷേ പഠിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും എനിക്കിത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷൻ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ വന്നൊരു വചനം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, നിനക്ക് നന്മയായുള്ളത് നിന്നെ പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ഈ ഒരു വചനത്തിൽ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, ഇന്നുവരെ നീ എന്നെ നടത്തി, ഇനി മുമ്പോട്ടും നീ തന്നെ എന്നെ നടത്തണമേ എന്ന്. ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം ആയപ്പോഴേക്കും ഈ സിലബസ് മുഴുവൻ എങ്ങനെ കവർ ചെയ്ത് തീർത്ത് എക്സാം എഴുതാം എന്നുള്ളത് എൻ്റെ വലിയൊരു ടെൻഷനായിരുന്നു. അപ്പോൾ ആ സമയത്തും ഈശോയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ, കാനായിലെ കല്യാണ വിരുന്നിൽ ഒന്നുമില്ലാതിരുന്ന കൽഭരണികളിൽ വെള്ളം നിറച്ച് വീഞ്ഞാക്കിയതുപോലെ എൻ്റെ പരീക്ഷാ പേപ്പറുകളിലെയും കുറവുകളെല്ലാം മാറ്റി നീ ഇതൊന്ന് സെറ്റാക്കിയേക്കണേ ഇത് പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. ഒപ്പം തന്നെ ഓരോ പരീക്ഷയ്ക്ക് മുമ്പും ആ പരീക്ഷ കഴിഞ്ഞും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി എല്ലാ ദിവസവും ഓരോ ജപമാല ചൊല്ലി കാഴ്ചവെക്കുവാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും പ്രത്യേകമായ കൃപകൾ കൊണ്ട് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം പാസ്സാകുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും കരം പിടിച്ച് നമ്മൾ ഏത് കാര്യം ചെയ്താലും നമ്മുടെ മാക്സിമം നമ്മൾ കൊടുത്താൽ നമ്മുടെ മുമ്പേ 2 സ്റ്റെപ്പ് വെക്കുന്നവനാണ് ഈശോ എന്ന് ഓരോ അനുഭവത്തിലൂടെയും ദൈവം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയെ കൂട്ടുപിടിച്ച് ഓരോ ദിവസവും മുമ്പോട്ട് നീങ്ങാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.